ഭൂഗണാചരിതം പവിത്രജം ഭൂപരസാരഭക്ഷിതം നാശിതം ശോകവിനാശകാരണം മഹാബുദ്ധിമീശ്വരപാദപങ്കജം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യം ക്ഷമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. നമസ്തേ. നമ്മളിന്ന് 32ാമത്തെ ശ്ലോകമാണ് എടുക്കാൻ പോകുന്നത്. ന കാംക്ഷേ വിജയം കൃഷ്ണ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച ന ച രാജ്യം സുഖാനി ച. കിം നോ രാജ്യേന ഗോവിന്ദ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ കിം ഭോഗൈർജീവിതേന വാ എന്ന് വെച്ചാൽ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ശ്ലോകത്തിന്റെ ഒരു വാക്കിന്റെ അർത്ഥം പഠിക്കാം. ന കാംക്ഷേ, ന കാംക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന ഇല്ല. ന കാംക്ഷേ, കാംക്ഷ എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുക, ഞാൻ ആഗ്രഹിക്കുക. ന കാംക്ഷേ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയം, എന്താണ്? വിജയത്തെ ആഗ്രഹിക്കുന്നില്ല, ജയം. കൃഷ്ണ, ഹേ കൃഷ്ണ, ഹേ കൃഷ്ണ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. നഹ, നഹ ഞങ്ങൾക്ക്, ഇവിടെ നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. രാജ്യം ച, രാജ്യം കിട്ടിയാൽ പോലും രാജ്യത്തെ തന്നെയും രാജ്യത്തെയും. രാജ്യം ച സുഖാനി ച ന, സുഖാനി ച ന, സുഖത്തെ പോലെയും, സുഖത്തെ ആണെങ്കിൽ പോലും സുഖങ്ങളെ പോലും ഇച്ഛിക്കുന്നില്ല. ന ഇച്ഛിക്കുന്നില്ല. ഇവിടെ ന ഇല്ല എന്നുള്ള നെഗറ്റീവ് സെൻസിലാണ്. സുഖാനി ച ന, ന സുഖാനി ച ആഗ്രഹിക്കുന്നില്ല. സുഖമാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്നില്ല. കിം, കിം, കിം ഒരു ചോദ്യമാണ്. എന്ത്, എന്താണ്, എന്ത് പ്രയോജനമാണ്, എന്താണ് കിട്ടുന്നത്? രാജ്യേന, രാജ്യം കൊണ്ട്. ഗോവിന്ദ, അല്ലയോ ഗോവിന്ദ, അല്ലയോ ഗോവിന്ദ. കിം എന്ത്, ഭോഗൈഹി ഭോഗങ്ങളെ കൊണ്ടാകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നതിനെയൊക്കെ കൊണ്ടാകട്ടെ, നമുക്ക് ലഭിക്കുന്ന, ആഗ്രഹിച്ച് ലഭിക്കുന്നതൊക്കെ ആയിക്കോട്ടെ, ഭോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സുഖങ്ങളായിക്കോട്ടെ, എന്തൊക്കെയായാലും ജീവിതേന വാ, ജീവിതം തന്നെ ആയിക്കോട്ടെ, ജീവിതം കൊണ്ട് തന്നെയാണെങ്കിൽ പോലും അതുകൊണ്ട് ലഭിക്കുന്ന ആ ഒരു വിജയവും, അവരെ ആ സ്വജനങ്ങളെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന ആ വിജയവും രാജ്യവും സുഖവും ഒന്നും ഞാൻ ഇച്ഛിക്കുന്നില്ല. അർജുനൻ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ന കാംക്ഷേ വിജയം കൃഷ്ണ, വിജയത്തെയും കാക്ഷിക്കുന്നില്ല. നച്ച രാജ്യം സുഖാനിച്ച, ഞങ്ങൾക്ക് കിട്ടുന്ന രാജ്യം, കിട്ടാൻ പോകുന്ന രാജ്യം, വിജയം ഞങ്ങൾക്ക് കിട്ടുമെന്നറിയാം. കാരണം വിജയത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, അതിൽ കരുത്തുള്ളവരുമാണ്. അങ്ങനെ കിട്ടുന്ന രാജ്യവും സുഖാനിച്ച സുഖവും. കിം നോ രാജ്യേന ഗോവിന്ദ, ഈ ഇങ്ങനൊക്കെ എല്ലാവരും കൊന്നിട്ട് കിട്ടുന്ന രാജ്യം കൊണ്ട് കിം നോ രാജ്യേന ഗോവിന്ദ, എന്താണ് ഈ രാജ്യം കൊണ്ടുള്ള പ്രയോജനം? കിം ഭോഗൈർ ജീവിതേന ച, ആ ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും പിന്നീട് നമുക്ക് ഈ വിജയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഇവരെല്ലാം മരിച്ചിട്ടല്ലേ നമുക്ക് വിജയം കിട്ടുന്നത്. ആ വിജയം കൊണ്ട് എന്ത് പ്രയോജനം? കിം, എന്ത് പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. മുഴുവൻ അർത്ഥം ഒന്നുകൂടെ പറയാം. അല്ലയോ ശ്രീകൃഷ്ണ, സ്വജനവധത്താലുള്ള ജയത്തെയും രാജ്യത്തെയും സുഖങ്ങളെയും ഞാൻ ഇച്ഛിക്കുന്നില്ല. ഹേ ഗോവിന്ദ, ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് പ്രയോജനമാണുള്ളത്? അർജുനൻ ചോദിക്കുകയാണ്. അർജുനൻ വലിയ ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെ ഇവരെയൊക്കെ കൊന്നിട്ട്, സ്വജനങ്ങളെയൊക്കെ കൊന്നിട്ട് എന്ത് പ്രയോജനമാണ് എനിക്ക് കിട്ടുന്നത്? ശരിയാണ്, ഈ അർജുനൻ ഇതെല്ലാം മുന്നിൽ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ വന്നു നിന്ന് ഇവരെ കാണുമ്പോൾ മാത്രമാണോ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി ചിന്തിക്കുന്നത്? അതിനു മുമ്പ് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗരവരും പാണ്ഡവരും തമ്മിൽ വൈരാഗ്യവും ചൂതുകളിച്ച് പോക്കുന്നതും ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയവും അന്നൊക്കെ ഈ അർജുനൻ വലിയ വലിയ പ്രതിജ്ഞകളൊക്കെ എടുക്കുന്നുണ്ട്. അർജുനനും ഭീമനും ഒക്കെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ കൊല്ലും. യുദ്ധത്തിൽ ഇവരെല്ലാം നേരിടും, നിന്നെയൊക്കെ ഞങ്ങള് വകവരുത്തും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്ത ആളാണ്.
ഇപ്പം ചോദിക്കുക, അന്ന് ആ പ്രതിജ്ഞ എടുക്കുമ്പോൾ അറിയത്തില്ലായിരുന്നോ അർജുനൻ ഇവരൊക്കെ ഇവരെല്ലാരും സ്വജനങ്ങളാണെന്ന്, സ്വന്തം ആൾക്കാരാണെന്ന് അർജുനൻ അറിയത്തില്ലായിരുന്നോ? ഇപ്പം ഈ യുദ്ധത്തിന്റെ നടുവിൽ വന്നിരുന്ന എല്ലാം നിശ്ചയിച്ചു, യുദ്ധം തുടങ്ങാൻ പോകുവാണെന്ന് തൊട്ട് മുമ്പാണ് അർജുനൻ ഇങ്ങനെ തീരുമാനം കൃഷ്ണനോട് പറയുന്നത്. ഈ സ്വജനങ്ങളെ കൊന്നിട്ട് കിട്ടുന്ന രാജ്യവും ഭോഗവും സുഖവും ജീവിതവും ഒക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ് കൃഷ്ണ? അതുകൊണ്ട് അതിനൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. വളർന്ന് തേർത്തട്ടിലിരിക്കുകയാണ്, ഇരുന്നാണ്ടാണ് ബാക്കിയുള്ള കാര്യം വീണ്ടും പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിലൂടെ ഒക്കെ പറഞ്ഞതും അർജുനന്റെ നിരാശ എത്രത്തോളം വരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. ഇവിടെയും നോക്ക്, ഇവിടെയും ഈ അർജുനന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ അത്രയും കണ്ടത്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളും എന്താ വിചാരിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ നമ്മളെന്ന് പറഞ്ഞ കുറെ നല്ല സ്വഭാവങ്ങളും ചീത്ത സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് നമ്മളിൽ, അല്ലേ? ഈ ഉള്ള സ്വഭാവങ്ങളെയൊക്കെ നമ്മളങ്ങ് മുറുകെ പിടിക്കുക. എങ്ങനെയാണ് ഈ സ്വഭാവം, ക്യാരക്ടർ നമ്മളിലേക്ക് വരുന്നത്? നമ്മൾ ജനിച്ചപ്പോഴേ ഈ സ്വഭാവം ഉള്ളവരാണോ? അല്ല. നമ്മൾ കുറച്ച് നാൾ അതിങ്ങനെ ഇങ്ങനെ 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 നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ അതിങ്ങനെ അതിലൂടെ ഒക്കെ സഞ്ചരിച്ച് അങ്ങനെ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയാണ്. ഓരോ സ്വഭാവങ്ങളും നല്ലതായാലും ചീത്തതായാലും എല്ലാവരിലും ഉണ്ട് നല്ലതും ചീത്തയുമായ കുറെ സ്വഭാവങ്ങൾ, അല്ലേ? അതൊക്കെയാണ് ഞാനെന്നങ്ങ് വിചാരിക്കുകയാണ് നമ്മൾ. അല്ല, ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണ് നിന്റെ ഈ സ്വഭാവം നല്ലതല്ല, നിന്റെ ഈ ദേഷ്യം നല്ലതല്ല. ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച ഒരാൾക്ക് ദേഷ്യം നല്ലതല്ല. നമുക്കറിയാം നമ്മുടെ ആ സ്വഭാവം നല്ലതല്ല. പക്ഷെ എന്നാലും നമുക്കതിനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ ഉപേക്ഷിക്കും? എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. ഇതൊന്നും ഇല്ലാതുള്ള ഞാനെന്ന് പറഞ്ഞാൽ ആരും എന്നെ അംഗീകരിക്കത്തില്ലായിരിക്കും എന്നൊക്കെയുള്ള വിചാരമാണ്. നമുക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാം. എങ്കിലും നമ്മൾ അതിനെ ത്യജിക്കാൻ അങ്ങോട്ട് നമുക്കൊരു മനസ്സ് കുറവാണ്. നമുക്കറിയാം അതൊക്കെ മാറ്റിവെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിത്തീരും. നമുക്ക് അതിനേക്കാളും വലിയ കഴിവുകളും ഗുണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ജീവിതം, അത് ഓർക്കാനേ വയ്യ. പിന്നെ ഞാനല്ലാതായി തീരുവോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റുന്നില്ല. വേണമെന്നുണ്ട്, വിചാരിക്കുന്നുണ്ട് ഈ ദേഷ്യമോ ഇല്ലെങ്കിൽ അതുപോലുള്ള സ്വഭാവങ്ങളോ ഇല്ല, അലസത, ഉറക്കം, ഇതൊക്കെ കളയണമെന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ. പിന്നെ നമ്മളൊരു തീരുമാനത്തിലെത്തും, ഇതൊക്കെയാണ് ഞാൻ, ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന സുഖമൊക്കെ മതി. ഇതൊന്നും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു വിജയമോ സുഖമോ വലിയ സ്ഥാനമാനങ്ങളോ ഒന്നും വേണ്ട. കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു പല ദുർലക്ഷണങ്ങളും ഒക്കെ കാണുന്നുണ്ട്, എന്നിട്ട് ഈ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ടുള്ള ശ്രേയസ് എനിക്ക് വേണ്ട, അതൊന്നും എനിക്ക് വേണ്ട എന്ന് അർജുനൻ തീരുമാനം എടുക്കുകയാണ്. ഇപ്പൊ അടുത്ത ശ്ലോകത്തിലും പറയുകയാണ് എനിക്ക് ജീവിതം പോലും വേണ്ട, ഇവരെ കൊന്നിട്ട് സുഖവും വേണ്ട, സ്വജനങ്ങളെ കൊന്നിട്ടുള്ള ഒരു സുഖവും ജീവിതവും ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ്, നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളും ഒക്കെ ഈ അർജുനനെ പോലെ നമ്മൾ സ്വജനങ്ങളായിട്ട് കരുതുന്നത് നമ്മുടെ എല്ലാ വാസനകളെയുമാണ്. ഈ വാസനകളാണ് നമ്മുടെ വീണ്ടും വീണ്ടും കർമ്മത്തിലേക്ക് നയിച്ചും ഈ കർമ്മത്തിന് പുനർജന്മത്തിന് ഹേതുക്കളൊക്കെ ആകുന്നത്, ഇല്ലെങ്കിൽ നമ്മളെ ഓരോ വഴിയിലൂടെ നയിക്കുന്നത്. അപ്പൊ ആ വാസനകളെയും ആ സ്വഭാവങ്ങളെയും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ അങ്ങോട്ട് തയ്യാറാകുന്നില്ല. പേരൻസ് എല്ലാ രീതിയിലും പറയുന്നുണ്ട് പഠിക്കണം, ഈ സമയം നന്നായിട്ട് പഠിക്കണം, കുഞ്ഞുങ്ങളെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളിൽ ഒരു ചീത്ത സ്വഭാവം ഉണ്ടെന്ന് കണ്ടാൽ അതുടനെ അവർ ചൂണ്ടിക്കാണിച്ച് അവർ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ മാറ്റി ഇപ്പം പറ്റും, ഇനിയാകുമ്പോൾ വലിയ പാടാണ്, അപ്പൊ അതൊക്കെ മാറ്റി നല്ല ഇതിലേക്ക് വരണം എന്നൊക്കെ നമ്മളെ അറിയാവുന്നവരൊക്കെ ഉപദേശിക്കും, അധ്യാപകർ ഉപദേശിക്കും. അവരത് മാറ്റാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഉപദേശമൊക്കെ കഴിഞ്ഞ് രണ്ടടിയൊക്കെ തരും, ശിക്ഷകളൊക്കെ തരും. എങ്ങനെയെങ്കിലും അവരൊന്ന് ഉപേക്ഷിക്കട്ടെ, നേർവഴിക്ക് വരട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് മറ്റുള്ളവരെ കണ്ട ഉപദ്രവിക്കുന്ന ഒക്കെ സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. പേരൻസും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത്, പല പ്രാവശ്യം പറഞ്ഞു, അടിയൊക്കെ കൊടുത്തു. പിന്നെയും അത് മാറ്റാൻ പറ്റുന്നില്ല. എന്താണ് ഉള്ളിലുള്ള അപ്പൊ വിചാരിക്കുന്നത്, ഞാൻ ഇനി ആരും ഉപദ്രവിക്കാതെ ശാന്തശീലനായിട്ടൊക്കെ നടന്നാൽ എല്ലാവരും എന്നെ പേടിക്കത്തില്ല, പിന്നെ അവരെല്ലാം എൻ്റെ നേരെ വരും, ഞാനല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെങ്കിലോ എന്നൊക്കെയുള്ള ഭയമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഭയചിന്തകളാണ് നമ്മളെ കൊണ്ട് പിന്നെ ഇതിനെയൊന്നും, ഇതൊക്കെ നമ്മുടെ സ്വഭാവമാണ്, സ്വജനങ്ങളാണ്, സ്വന്തം ആൾക്കാരാണ് എന്ന് കരുതി നമ്മൾ ഇതിനെയൊക്കെ താലുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ നല്ല ബേസിക്കലി എല്ലാ മനുഷ്യരും നമ്മളൊരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അറിയാം എന്തെങ്കിലും കാപട്യം ഉണ്ടോ അതിന്? ഒന്നുമില്ല, അല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങി വളർന്നു വരുമ്പോഴാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന സ്വഭാവങ്ങളാണ് ഓരോന്നും. അതിനെയൊക്കെയാണ് നമുക്ക് ഉപേക്ഷിക്കാൻ മടി.
നമ്മുടെ ഉള്ളിലുള്ള ഭയമോ കോംപ്ലക്സോ ഒക്കെ കൊണ്ട് നമ്മൾ ഈ സ്വഭാവങ്ങളെ ഒക്കെ ഉപേക്ഷിക്കാതെ അതൊക്കെ നമ്മളാണ്, ആ സ്വഭാവങ്ങളോട് കൂടിയതാണ് നമ്മളെന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ പുറമേ കാണുന്ന സ്വഭാവങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള നാം. യഥാർത്ഥത്തിൽ എല്ലാവരും, നിങ്ങൾ ബാലഗോകുലത്തിലെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും എല്ലാവരും ആരാണ്? ആ നമ്മൾ വിളക്ക് കൊളുത്തി കാണുന്ന ആ കൃഷ്ണൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളല്ല, അത് തന്നെയാണ്, ആ കൃഷ്ണനാണ്. ആ കൃഷ്ണനായി തീരലാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഓടപ്പുല്ലുമൊക്കെ വെച്ച് കിരീടമൊക്കെ വെച്ച് കംസനെയൊക്കെ കൊന്നിങ്ങനെ നടക്കുന്ന ആ കൃഷ്ണനല്ല. അങ്ങനെ ആയിത്തീരാൻ, ആ ഒരു ക്യാരക്ടറായി തീരാനല്ല പറഞ്ഞത്. ആത്യന്തികമായി ഭഗവാനായി തീരലാണ്. ആത്യന്തികമായി നമ്മളൊക്കെ ശാന്തമാണ് നമ്മുടെയൊക്കെ സ്വഭാവം. ബാക്കി നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ആ ശാന്ത സ്വരൂപനാണ്, ആനന്ദമാണ് നമ്മളൊക്കെ. ആ ആനന്ദ സ്വരൂപനാണ്. അപ്പൊ നിങ്ങൾക്കിനി ഒരു ദേഷ്യമോ ഒരു എന്തെങ്കിലും ഒരു ബാഡ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ വിചാരിക്കുക അതൊക്കെ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് പിടിവാശി എടുക്കാതെ. അതൊന്നുമല്ല നമ്മൾ. ശരിക്കുമുള്ള നമ്മൾ ആരാണ്? ആ ഭഗവത് സ്വരൂപം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊന്ന് കുറേ നേരം അതൊന്ന് വിചാരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടാത്ത, ആർക്കും ഇഷ്ടപ്പെടാത്ത, നമുക്ക് തന്നെ നല്ലതല്ലാത്ത സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വിചാരിക്കുക. അതിങ്ങനെ കടന്നു വരുമ്പോൾ, ഒരു ദേഷ്യമാണെങ്കിലും അത് കടന്നു വരുമ്പോൾ ഉടനെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക. കുറച്ച് ദിവസം ഇത് പിന്നെയും ചിന്തിച്ച് ഈ ദേഷ്യമാണോ ഞാൻ, ഇതുകൊണ്ട് എനിക്ക് ഇന്നുകൊണ്ട് ദേഷ്യപ്പെടാതിരിക്കണമെന്നല്ല. ചില സിറ്റുവേഷനിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം. കാരണം നമ്മൾ കാണുന്നുണ്ട്, ദുർഗാദേവിയുടെ ഒക്കെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ഉഗ്രരൂപിണിയായിട്ട് എല്ലാ ആയുധങ്ങളും കയ്യിലേന്തി അല്ലെ, ദാരികന്റെ ഒക്കെ തല വെട്ടിപ്പിടിച്ച് ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രകാളിയുടെ ഒക്കെ രൂപം. അതൊക്കെ എന്തിനാണ്? അതൊക്കെ ചില സമയം ചില സിറ്റുവേഷനിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ നമുക്കതൊക്കെ പുറത്തെടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളിലെല്ലാം ഉണ്ട് ഈ രൂപങ്ങളെല്ലാം. ബേസിക്കലി നമ്മളൊക്കെ ആ ശാന്ത സ്വരൂപനാണെങ്കിലും നമ്മളിലെല്ലാം ഈ ഉഗ്രരൂപങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അത് പക്ഷെ നമ്മൾ എപ്പോഴും ആ ദേഷ്യവും ക്രോധവും ആലസ്യവും ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കിട്ടുമോ? ഇല്ല. അപ്പൊ അതുപോലുള്ള വാസനകളെ അല്ലെ സ്വഭാവങ്ങളെ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതൊക്കെ എടുക്കാം. ചില സിറ്റുവേഷനിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചില സമയം നമുക്ക് ഇഷ്ടമില്ലാത്തവരോട് നോ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്കവിടെ ദേഷ്യം കാണിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമുക്ക് എന്തിനോ നീ എപ്പോഴും ശാന്ത സ്വരൂപനോ, നീ എല്ലാവർക്കും കീഴടങ്ങിക്കോണം, അങ്ങനെ ഒരു വകയ്ക്കും കൊള്ളാത്തവനായി ജീവിക്കാൻ വളർന്നു വരാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം വേണം. പക്ഷെ ഇതെല്ലാം വേണമെങ്കിൽ ഇതെല്ലാം വേണം എന്നറിയുമ്പോഴും നമ്മൾ ബേസിക്കലി ശാന്തരാണ്. ശാന്തം ആ പരമാനന്ദമാണ്, ഭഗവത് സ്വരൂപമാണെന്ന് തിരിച്ചും കൂടെ അറിയണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിന് എപ്പോഴും ആവശ്യമായിട്ടുള്ള കർമ്മത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കണം. ഇതിനെ ഒന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമ്മളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം. മനസ്സിലായോ? അതാണ് ഈ ശ്ലോകം. ഇനി ആ ശ്ലോകത്തിലേക്കൊക്കെ കൃഷ്ണൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കൃഷ്ണൻ വരുന്നുണ്ട്. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. കൃഷ്ണന്റെ അടുക്കൽ ഇപ്പൊ അടിയറവ് പറയുകയാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതുകൊണ്ടുള്ള സുഖമൊന്നും വേണ്ട. അർജുനന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും കൃഷ്ണന്റെ മുന്നിലേക്ക് നിരത്തി വെക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അർജുനന് പകർന്നു കൊടുക്കുകയാണ് ഗീത. ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ നമ്മൾ അറിയേണ്ട, നമ്മൾ പാലിക്കേണ്ട അർത്ഥം. ന കാംക്ഷേ വിജയം കൃഷ്ണ, ന കാംക്ഷേ വിജയം കൃഷ്ണ, ന ച രാജ്യം സുഖാനി ച, ന ച രാജ്യം സുഖാനി ച, കിം നോ രാജ്യേന ഗോവിന്ദ, കിം നോ രാജ്യേന ഗോവിന്ദ, കിം ഭോഗൈർജീവിതേന വാ, കിം ഭോഗൈർജീവിതേന വാ. ഇങ്ങോട്ട് ചൊല്ലാം. ന കാംക്ഷേ വിജയം കൃഷ്ണ, ന ച രാജ്യം സുഖാനി ച, കിം നോ രാജ്യേന ഗോവിന്ദ, കിം ഭോഗൈർജീവിതേന വാ. ആരാണ് ചൊല്ലുന്നത്? ഞാൻ ചൊല്ലിക്കോട്ടെ. ചൊല്ലിക്കോട്ടെ. ന കാംക്ഷേ വിജയം കൃഷ്ണ, ന ച രാജ്യം സുഖാനി ച, കിം നോ രാജേന ഗോവിന്ദ, കിം ഭോഗൈർജീവിതേന വാ. വെരി ഗുഡ്. ഇനി ആരാണ്? ഞാൻ ചൊല്ലിക്കോട്ടെ. ന കാംക്ഷേ വിജയം കൃഷ്ണ, ന ച രാജ്യം സുഖാനി ച, കിം നോ രാജേന ഗോവിന്ദ, കിം ഭോഗൈർജീവിതേന.
ജീവിതേന വാ. വെരി ഗുഡ്. ഇനി അടുത്ത ആരാണ്? ഞാൻ ചൊല്ലാം. ചൊല്ലിക്കോളൂ. നകാംഗേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. വെരി ഗുഡ്. നമ്മൾ ആ ഇംഗ്ലീഷ് ടെക്സ്റ്റ് നോക്കുന്നതുകൊണ്ടാണ് ന കാംക്ഷേ എന്നാണ് പ്രൊണൗൺസിയേഷൻ കേട്ടോ. ന കാംക്ഷേ വിജയം കൃഷ്ണ. ഇനി ആരാണ് ചൊല്ലുന്നത്? ഞാൻ വായിക്കാം. ചൊല്ലിക്കോളൂ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. നകാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? ചൊല്ലിക്കോളൂ. ഞാൻ ചോദിക്കട്ടെ? ചൊല്ലിക്കോളൂ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. വെരി ഗുഡ്. ഇനി ആരാണ്? ഇനി ഒത്തിരി പേര് ചൊല്ലാനുണ്ടല്ലോ, എല്ലാരും ചൊല്ലണം. നമ്മളിപ്പോ ആ ശ്ലോകം ആദ്യം മുതലൊന്നും ചൊല്ലുന്നില്ല. അപ്പൊ ഇത് ശരിക്കും ക്ലാസ്സിൽ തന്നെ കറക്റ്റ് ആക്കിയിട്ട് പിന്നെ വീട്ടിലിരുന്ന് ബാക്കിയും കൂടെ ചൊല്ലിയാൽ മതി. നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചൊല്ലി പഠിച്ചാൽ പിന്നെ നോക്കി ചൊല്ലാനൊന്നും ഒരിക്കലും മറന്നു പോകുകയില്ല. പറഞ്ഞില്ല. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. ജീവിതേന വാ. വെരി ഗുഡ്. നമ്മൾ ഇതുവരെ പഠിച്ച 32 ശ്ലോകങ്ങളും എല്ലാവരും ചൊല്ലുക, പഠിക്കുക. ഓക്കെ. നമസ്കാരം.